നമസ്കാരം. പറയാനുള്ളത് നമ്മുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള നിലവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സിനിമാറ്റിക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നമ്മുടെ സിദ്ദീഖിനെ തപ്പി നടക്കാണ് പോലീസ്. ചിലപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അറസ്റ്റ് ചെയ്തേക്കാം. ഏതായാലും സിദ്ദീഖിനെ ഇന്ന് തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട്. നിലവിൽ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തില് കൊച്ചിയിലൊക്കെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ കോടതിയിൽ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ നൽകി അത് തള്ളുകയാണ് ചെയ്തത്. അപ്പൊ സിദ്ദീഖിനെ അറസ്റ്റ് ചെയ്യുകയും ചോദ്യം ചെയ്യൽ അനിവാര്യമാണെന്നാണ് കോടതി അറിയിച്ചിട്ടുള്ളത്. അപ്പം എന്തൊക്കെയോ അതില് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെ പോലീസിന്റെ ഇടപെടൽ കൃത്യമായിരുന്നു എന്നും മനസ്സിലാക്കേണ്ടതുണ്ട്. എപ്പോഴാ അറസ്റ്റ് ചെയ്യാന്നുള്ളത് ഇപ്പം പറയാൻ പറ്റില്ല. എന്തായാലും ഇന്ത്യക്ക് പുറത്തു പോകാൻ പറ്റാത്ത രീതിയിൽ ലോക്കാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇന്ത്യക്കുള്ളിൽ നിന്ന് പോക്കാന്ന് പറയുന്നത് അല്ല. ഏതൊരു ഹോട്ടലിൽ വന്നിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും കിട്ടിയിട്ടില്ല. അവർ ഓരോ വീടിന്റെ മുമ്പിൽ ഉണ്ട്. അവിടെ മകനും ഭാര്യയും മറ്റുള്ള ആളുകളും ഉണ്ട്. പുറത്ത് ഫുള്ള് മാധ്യമങ്ങൾ വളഞ്ഞിട്ടുണ്ട്. സ്വാഭാവികം. പക്ഷെ അവരാരും പുറത്തു വന്നിട്ടില്ല. ആരും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. അല്ല, പ്രതികരിക്കാൻ എങ്ങനെ? ഏത് കേസിലൊന്നും പ്രതികരിക്കാൻ പറ്റൂല്ലോ. എന്താണ് തന്ത കാണിച്ചെന്ന് അറിയില്ല. മക്കളെ അവസ്ഥ. പിന്നെ ഇവിടെ വേറൊരു കാര്യം കൂടി ഉണ്ട്. അതായത് ഒന്ന്, ഇയാള് ഇങ്ങനൊരു ആരോപണം വന്നപ്പോ എന്തൊക്കെയായിരുന്നു പലതും പറഞ്ഞു. ഭയങ്കര പ്രശ്നിച്ചപ്പോ വളരെ ഗുരുതരമായ ആരോപണം വന്നിട്ടുള്ളതെന്നാണ്. ഒളിവിൽ വരെ പോകേണ്ട അവസ്ഥയായി. അല്ല, ഒരു കുഴപ്പമില്ലാന്നുണ്ടെങ്കിൽ നേരിട്ട് അല്ലെ എല്ലാവർക്കും ഉള്ള ചോദ്യമാണ്. ഇപ്പൊ നിവിൻ പോളിന്റെ കേസ് ഉണ്ടല്ലേ, നിവിൻ പോളി നേരിട്ട് വന്ന് കാര്യം പറഞ്ഞു. അതുപോലെ നേരിട്ട് ഇത് ഞാൻ ചെയ്തിട്ടില്ല എന്ന് ഉറപ്പിച്ചു പറയാൻ ഇവർക്ക് കഴിയുന്നില്ല. അല്ല, ഇനിയിപ്പോ ഉറപ്പിച്ചു പറഞ്ഞിട്ട് കാര്യമില്ല. കോടതി കൃത്യമായിട്ട് വിലയിരുത്തിയിട്ടാണ് ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത്, അറസ്റ്റ് ജാമ്യാപേക്ഷ തള്ളി. സിദ്ദീഖിനെ അറസ്റ്റ് ചെയ്യാൻ ഒരുങ്ങി SIT. സിദ്ദീഖിനെതിരായി പരാതി ഗൗരവതരം, കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യം എന്നാണ് പറയുന്നത്. ഹൈക്കോടതി പറഞ്ഞാട്ടോ. പിന്നെ സിദ്ദീഖിനെതിരെ പ്രഥമദൃഷ്ടാ തെളിവുകളുണ്ടെന്ന് കോടതി. സിദ്ദീഖിനെതിരെ തെളിവുണ്ട്, ഹീനമായ കുറ്റകൃത്യമെന്ന് ഹൈക്കോടതി. പ്രഥമദൃഷ്ടാ സിദ്ദീഖിന് പങ്കുണ്ട്, ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യം. പങ്കുണ്ട് എന്നാണ് പറഞ്ഞത്. ചോദ്യം ചെയ്യുമ്പോഴാണ് കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരുള്ളൂ എന്നുള്ളത് കോടതിക്ക് മനസ്സിലായി. അപ്പൊ ചോദ്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ്, കസ്റ്റഡിയിൽ വിടണം. പക്ഷെ ഇവിടെ കുറെ ആളുകളെ പറഞ്ഞിട്ടുണ്ട്, മറ്റേ എന്താ പറയാ, ഇതൊക്കെ എന്താ ഈ ഹേമ കമ്മിറ്റി ഒന്നും ചെയ്യുന്നില്ല, ഗവൺമെന്റ് ഒന്നും ചെയ്യുന്നില്ല, നടക്കുന്നില്ല. പോലീസിന്റെ ഒരു പോസിറ്റീവ് സൈനാണ്. അതെ, പുറകില് സംഭവം നടക്കുന്നുണ്ട്, ഇപ്പോഴും കേസ് നടക്കുന്നുണ്ട്. ഒറ്റയടിക്ക് എടുക്കാൻ പറ്റിയ തീരുമാനമല്ലല്ലോ. അല്ല, ഇവിടെ വേറെ കാര്യമുണ്ട്. ഭരണപക്ഷത്തുള്ള MLA അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മുകേഷിനെ അറസ്റ്റ് ചെയ്തു. പക്ഷെ മുകേഷിനെ പുറത്ത് അറസ്റ്റ് ചെയ്തെങ്കിലും കസ്റ്റഡിയിൽ വെക്കാൻ പറ്റില്ല, കാരണം മുൻകൂർ ജാമ്യം ഉള്ളത് കൊണ്ട്. അതൊരു പക്ഷെ ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആയിട്ടുണ്ടാവില്ല. കോടതിക്ക് അത് അത്ര സീരിയസ് ആയിട്ട് തോന്നിയിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് മുകേഷിന് മാത്രം മുൻകൂർ ജാമ്യം കൊടുത്തിട്ടുള്ളത്. പക്ഷെ അതിനും വളച്ചെടുക്കാൻ പറയുന്ന ആളുകളുണ്ട്. പക്ഷെ അങ്ങനെ വളച്ചെടുക്കാൻ ഇതിൽ കഴിയുന്ന തോന്നുന്നില്ല. ഒന്നും ചെയ്യാൻ കഴിയില്ല. അറസ്റ്റ് ചെയ്തു, വേണ്ട എന്താ രേഖ നടപടികൾ ചെയ്തു, കണ്ടറിഞ്ഞ് മുൻകൂർ ജാമ്യം എടുത്തു വെച്ചു. അല്ല, സിദ്ദീഖ് ഏകദേശം ആ സമയത്ത് തന്നെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ആണോ? പക്ഷെ തള്ളിയില്ലേ? തള്ളാനുള്ള കാരണം കോടതി പറഞ്ഞല്ലോ എന്തുകൊണ്ടാണ് തള്ളുന്നത് എന്നുള്ളത്. ഇവിടെ ഞാൻ നേരത്തെ ന്യൂസ് ഇപ്പൊ കണ്ടിരുന്നു, ലൈവ് ഇപ്പൊ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇതന്നെ കണ്ടിട്ടുണ്ട് എല്ലാ ചാനലും, റിപ്പോർട്ടറിലും ഏഷ്യനിലൊക്കെ ഇത് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ നോക്കിയ സമയത്ത് കമന്റ് എടുത്ത് നോക്കിയപ്പോ ഒരു കമന്റ് ഉണ്ട്, 8 വർഷം മുമ്പ് നടന്നൊരു സംഭവം ഇപ്പൊ കുത്തിപ്പൊക്കി വന്ന അവളും ചോദ്യം ചെയ്യണം. അവളെന്തുകൊണ്ട് ഇത്രയും കാലം കുത്തിപ്പൊക്കി വെച്ചു, ഇപ്പൊ എന്തുകൊണ്ട് പറയുന്നില്ല. അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പറയുമ്പോ, ഒന്ന് ഇവിടെ ഒരു മീനു മുനീറോ അങ്ങനെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നല്ലോ, പബ്ലിക്കായിട്ട് വന്നിട്ട് ഇങ്ങനെ ആരോപണം പറഞ്ഞ ആള് സിദ്ദീഖിനെ തന്നെ പറഞ്ഞു. അല്ല, ജയസൂര്യന്റെ പ്രശ്നം വന്നു. അതുപോലെ സിദ്ദീഖിനെ മുകേഷിനൊക്കെ പറയുന്നുണ്ട്. എനിക്ക് കറക്റ്റ് ആരെ പറഞ്ഞ എനിക്ക് ഓർമ്മയില്ല. എന്തായാലും അത് പറഞ്ഞപ്പോഴും പുള്ളിക്കാരിക്ക് തന്നെ ആകെ പാടി പോയിരുന്നു. അത് ശ്രദ്ധിച്ചേ, അത് വെറും ആരോപണം മാത്രമാണെന്നുള്ളത്. കാരണം അത് നമ്മൾ റിപ്പോർട്ടറിലാണ് വന്നത് എനിക്ക് തോന്നുന്നത്. എന്നിട്ട് ചോദിക്കും, നിങ്ങൾ മെസ്സേജ് അയച്ചിട്ടുണ്ടല്ലോ. അത് നിവിൻ പോളിന്റെ വിഷയമല്ലേ? നിവിൻ പോളിന്റെ വിഷയമല്ല, അരുൺകുമാർ പറഞ്ഞിട്ട് ടിക്കറ്റ് അയച്ചു കൊടുത്തത് പറഞ്ഞത് അതല്ലാതെ ഒരു സഹായം, അതായത് ഇങ്ങനെയും നിങ്ങളെ മോശമായിട്ട് പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത്. പീഡിപ്പിച്ച ഒരാളോട് കുട്ടികളുടെ ഫീസിന്റെ കാര്യം വന്നപ്പോ പൈസ ചോദിച്ചു. അപ്പൊ ഇവൻ ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ ചെയ്ത ഒരാളുടെ പിന്നെ എന്തിനാണ് ഈ പൈസ ചോദിക്കണത്? അല്ല, ഒരു സഹായം ചോദിച്ചു. എന്താണ് തോന്നുന്നത്? അങ്ങനത്തെ ഒരാളോട് അങ്ങനെ സഹായം ചോദിക്കാൻ സഹായം മുടങ്ങി എന്ന് കണ്ടപ്പോൾ അത് പ്രശ്നം വന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ പല പ്രശ്നങ്ങളും അങ്ങനത്തെ കുറെ ടീമുകൾ ഇതിന്റെ ഇടയിലുണ്ട്. പക്ഷെ ഇവിടെ സിദ്ദീഖിന്റെ വിഷയത്തിൽ കോടതി കൃത്യമായിട്ട് വിലയിരുത്തിയതാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം അത് കോടതി വെറുതെ ഒന്നുമില്ലാതൊന്നും മുൻകൂർ ജാമ്യാപേക്ഷ തള്ളൂല. അപ്പൊ എന്തൊക്കെയോ അതിൽ കാര്യങ്ങളുണ്ട്. അപ്പൊ അത് ചോദ്യം ചെയ്യണം അനിവാര്യം. കുറ്റക്കാരനാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. കുറ്റക്കാരനങ്ങനെ ഒറ്റടിക്കാവില്ലല്ലോ, ഇനി എന്തൊക്കെ നടപടി നടക്കാനുണ്ട്. അപ്പം
ചോദ്യം ചെയ്യൽ അനിവാര്യമാണ് എന്നുള്ളത് കൊണ്ടാണ് പങ്കുണ്ട് എന്നാണ് പറയണത്. പങ്കുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ദൃഷ്ടിയാൽ പങ്കുണ്ടെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്ന അതിനുള്ള തെളിവുകൾ കാര്യങ്ങളുണ്ട്. അപ്പം കൂടുതൽ അന്വേഷണം നടത്തണമെങ്കിൽ കൂടുതൽ എന്ത് ചെയ്യണം, കസ്റ്റഡിയിൽ ഉണ്ടാവണം, ചോദ്യം ചെയ്യണം. അപ്പൊ അതുകൊണ്ടായിരിക്കാം അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞത്. അപ്പം സിദ്ദീഖ് ഒരു പക്ഷെ പതുക്കെ പിടികൊടുക്കാതെ നിൽക്കുന്നത് ഒരു പക്ഷെ 2 ദിവസം കഴിഞ്ഞാൽ വീണ്ടും എന്ത് ചെയ്യാം, മുൻകൂർ ജാമ്യക്ക്. പിന്നെ മാത്രമല്ല, ഇവിടെ ഈ ഒരു കേസ് പറയുമ്പോൾ ഒരു സ്ത്രീ സ്ട്രോങ് ആയിട്ട് വന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇതിനു മുമ്പ് വീഡിയോ പറഞ്ഞിട്ടുണ്ട്, അവർക്ക് ആ സമയത്ത് പറയാനുള്ള ധൈര്യം കിട്ടിയിട്ടുണ്ടാവില്ല. ചിലപ്പോൾ ഇങ്ങനെ നടന്നിട്ടുണ്ടാവും, ആ സമയത്ത് പറയാൻ ധൈര്യം കിട്ടിയില്ല, അങ്ങനത്തെ സാഹചര്യത്തിൽ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറി പോയിട്ടുണ്ടാവാം. ധാരാ നമുക്കറിയില്ലല്ലോ, അതുകൊണ്ട് മാറി ഇന്നതാവാം. ഇപ്പൊ ഈ ഒരു ഹേമ കമ്മിറ്റി പ്രശ്നം ഇത്രയും സ്ട്രോങ് ആയിട്ട് വരും, ഇപ്പോ ഈ നിയമത്തിൽ വിശ്വാസം വരും, ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു തീരുമാനം ഉണ്ടാവും എന്നൊക്കെയുള്ള ഒരു തോന്നൽ ഉണ്ടായപ്പോഴായിരിക്കാം ചിലപ്പോൾ തുറന്നു പറഞ്ഞിട്ടുണ്ടാവുക. അപ്പൊ ഇതിനു മുമ്പ് പല ആരോപണങ്ങളിൽ പല ആൾക്കാരും പറഞ്ഞത് ഇങ്ങനെയാണ്, ഞാനിത് പറയേണ്ടതുണ്ട് എന്നുള്ളൊരു തോന്നൽ ഉണ്ടായിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് നമ്മൾ 8 വർഷം മുമ്പ് ഉള്ള ഒരു കേസ് ഇപ്പൊ കുത്തിപ്പൊക്കി എന്ന് പറഞ്ഞിട്ട് നമ്മളോരെ അങ്ങനെ താഴ്ത്തിക്കെട്ടാനൊന്നും കഴിയില്ല. സ്ത്രീ എന്നുള്ള രീതിയിൽ അവർക്ക് പറയാൻ ധൈര്യം കിട്ടാത്തൊരവസ്ഥ ആയിരിക്കാം പല നമ്മുടെ നാട്ടിൽ. എന്തായിരുന്നു അവസ്ഥ, ഇപ്പോഴുണ്ട് പല ആൾക്കാർക്കും അത് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ മോശക്കാരിയാക്കുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യമൊക്കെ ആയിരിക്കാം. അപ്പൊ എന്തായാലും സത്യമാണോ അല്ലെന്നല്ല നമുക്കറിയില്ല. എന്തായാലും ഏകദേശം ഒരു 90% പെട്ടൊരവസ്ഥയാണ്. ബാക്കിയുള്ളത് നമുക്ക് 100% പെട്ടുകണ്. ഇനിയിപ്പോ ഇല്ലയോ തിരിച്ചു കൊടുത്ത് അറസ്റ്റ് ദിലീപിന്റെ പറഞ്ഞ പോലെ 80 ദിവസത്തെ ജയിലിൽ കടന്നില്ലേ ഏകദേശം. പക്ഷെ ഇതൊക്കെ സ്ട്രോങ് ആയിട്ട് ഇതിന് തീരുമാനം എടുക്കണം അല്ലെ, സംഘടനയിൽ നിന്ന് പുറത്താക്കണം. സംഘടന പുറത്താക്കുന്ന പറഞ്ഞാൽ ഇനി ഒരിക്കലും ഐ മീൻ ഇത് ഇല്ലയോ ഇപ്പോഴല്ലേ തൽക്കാലികമായിട്ടല്ലേ എം പി സംഘടന ഉണ്ടാക്കുമല്ലോ, ഇവര് പിന്നെയും നടന്മാരെന്ന് പറഞ്ഞ് വരൂലേ. അതില്ലാതെ ഇങ്ങനത്തെ ഒരു സാഹചര്യം നമ്മളൊരു സിനിമ പറയുമ്പോഴേ സിദ്ദീഖ് സിനിമയിൽ നിലവിലെ അവസ്ഥയിൽ അനിവാര്യമായിട്ടുള്ള ഒരാളാണ് സിനിമയിൽ. അപ്പം പക്ഷെ അങ്ങനെ പറയാൻ പറ്റില്ല, അഭിനയിക്കാൻ കഴിവില്ല എത്രയോ ആളുകൾ. സിദ്ദീഖിന്റെ ചില റോളുകളൊക്കെ ഉണ്ട്, അത് അങ്ങനെ തോന്നുന്ന രീതിയിൽ ചെയ്തിട്ടുള്ളതാണ്. കഴിവ് നമ്മളൊന്നും പറയില്ല, കഴിവേറിയാകുമ്പോഴാണ് പ്രശ്നം വരുന്നത്. അങ്ങനെയുള്ള പ്രശ്നം വരുന്നത്. ഞാൻ പറയാം, സിദ്ദീഖ് അങ്ങനെ സിനിമ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ നമുക്ക് മിസ് ചെയ്യും. പക്ഷെ അത് വിചാരിച്ചിട്ട് ലൈസൻസ് അല്ല, അതും കൂടി പറയണം. അങ്ങനെയൊന്നുമില്ല, അതിപ്പോ ആര് പോയാലും സിനിമ നിൽക്കൂല, അതങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തായാലും സിദ്ദീഖിനെ പൊക്കില്ലയോ. സിദ്ദീഖിനെ മാത്രല്ല ഇനി കൂടെ വരുന്ന മുകേഷിന്റെ അവസ്ഥയും എന്താവുന്നു. അല്ല, മുകേഷിനെ എന്താക്കില്ല, മുൻകൂർ ജാമ്യാപേക്ഷ കിട്ടിയല്ലോ. അതിന് ചിലപ്പോ അടുത്ത ദിവസങ്ങളിൽ ഇതിന്റെ അപ്ഡേഷൻസ് വന്നേക്കാം. എന്തായാലും സിദ്ദീഖിനെ പൊക്കാണെങ്കിൽ ശേഷം കമന്റിൽ അത് പറയാം. നമ്മൾ ഇനിയിപ്പോ അപ്ലോഡ് ചെയ്യുമ്പോഴേക്കും പൊക്കാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ. അത്രയും സ്ട്രോങ് ആയിട്ടാണ് തപ്പിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ എന്താ വെച്ചാൽ നമ്മള് വളരെ സ്നേഹത്തോടെ കണ്ടിരുന്ന വിഗ്രഹങ്ങളൊക്കെ വീണുണ്ടായാണ് അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നിലവിലും പുതിയ ആരോപണങ്ങളൊന്നും വന്നിട്ടില്ലല്ലോ, ഒന്ന് സ്റ്റോപ്പ് ആയിട്ടുണ്ട്. പക്ഷെ ഉള്ള ആളുകൾക്കൊക്കെ ഒഴിഞ്ഞു മാറി ഇപ്പോഴും, അതായത് ഇപ്പോഴും എങ്ങനെയുള്ള ഒരു 40% ആൾക്കാർ കുറ്റം പറഞ്ഞ 60% ആൾക്കാരുടെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും. അത് തിരികെ ഏതായാലും പൊക്കുമ്പോ എല്ലാം കാണാം.